ഇപ്പോൾ ഞാൻ പട്ടാമ്പിയിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ആ പ്രോഗ്രാം കേൾക്കാൻ പറ്റുമോ? ഓരോ കാർ നിർത്താനുള്ള സ്ലോട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. എന്ത് സന്ദേശമാണ് ഈ ഒരു സമ്മേളനത്തിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? മക്കളെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതൊരു പ്രശ്നമാണ്. കേരള ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കുറച്ചൊരു സമയം നമ്മളോട് സംസാരിക്കാൻ സമകാലികത്തിൽ ഇപ്പം നമ്മുടെ കൂടെയുള്ളത് ബഹുമാന്യനായ ജംഷീർ സുലാഹിയാണ്. ശ്രോതാക്കൾക്കൊക്കെ പരിചയമുള്ള ആളാണ്. പീസ് റേഡിയോയിലൊക്കെ വളരെ ഒരുപാട് പ്രോഗ്രാമുകളിലൂടെ വന്നതാണ്. എന്നാൽ അദ്ദേഹം വിസ്റ്റം യൂത്തിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തെ വളരെ ഹൃദ്യമായി അദ്ദേഹത്തെ നമുക്ക് പീസ് റേഡിയോ സമകാലികത്തിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ് അവിടുത്തെ അവസ്ഥ? മുഖത്ത് നോക്കുമ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ടല്ലോ, റിലാക്സ് തോന്നുന്നുണ്ടല്ലോ. മുഖത്തേറെ ആശ്വാസമുള്ളൂ, മനസ്സില് അത് പൂർണ്ണമായി ആശ്വാസത്തിന് വൈകുന്നേരം ആവണം അല്ലേ? നമ്മളെ ശരിക്കും ഓരോ പ്രോഗ്രാമുകൾക്ക് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ജംഷീർ സലായി കേൾക്കുന്നുണ്ടോ? തീർച്ചയായും. അപ്പോൾ നമ്മുടെ ഒരു ലക്ഷ്യത്തിൽ നിന്ന് അടുത്ത ലക്ഷ്യത്തിലേക്ക് നമ്മുടെ പ്രയാണത്തിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ടീച്ചേഴ്സ് കോൺഫറൻസ് എന്ന സമൂഹത്തിലെ ഏറ്റവും പ്രോഗ്രാമുകൾ വളരെ ശ്രദ്ധേയമായൊരു പ്രോഗ്രാമാണ്. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യത്തെ വെച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? കോൺഫറൻസുകൾക്ക് ഒരു കുറവും നമ്മുടെ നാട്ടിലില്ല. അത് അധ്യാപക സംഘടനകൾ നടത്തുന്ന കോൺഫറൻസുകളാണെങ്കിലും അതിലും ഒരു കുറവുമില്ല. പിന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു സമ്മേളനം, ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിന് കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ട്. ടീച്ചേഴ്സ് കോൺഫറൻസിന്റെ ലക്ഷ്യം എന്തെന്ന് വെച്ചാല് ഒരു നാടിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിലെ ഏറ്റവും നിർണായകമായ റോള് വഹിക്കുന്നത് ശരിക്കും കലാലയങ്ങളാണ്. ഏതൊരു രക്ഷിതാവിന്റെയും ഇപ്പൊ നമ്മുടെയൊക്കെ മക്കള് നമ്മുടെ അടുത്ത് ഒരു 3 വയസ്സ് മുതൽ ഒരു പ്രീ KG പ്രായം മുതൽ ഒരു മിനിമം ഒരു +2 17 വയസ്സ് വരെയുള്ള കാലത്ത് ഒരു കുട്ടി അവന്റെ ആയുസ്സിലെ ഏറ്റവും പ്രധാന കാലത്തിലെ പരമാവധി സമയം ചെലവഴിക്കുന്ന ഇടം എന്ന് പറയുന്നത് കലാലയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പരീക്ഷണങ്ങളുടെയും ഒരു കേന്ദ്രമായി പലപ്പോഴും കലാലയങ്ങൾ മാറാറുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളുടെ ഇടയിലേക്കായിരിക്കും എല്ലാ പരീക്ഷണങ്ങളും കൊണ്ടുവരിക. അതുകൊണ്ട് ഒരു കുട്ടിയുടെ പുതിയ കാലത്ത് നമുക്കൊക്കെ അറിയാം, ഒരു കുട്ടിയുടെ സ്വഭാവവും അവന്റെ സംസാരം, അവന്റെ ജീവിത ശൈലി, അവന്റെ എല്ലാം രൂപീകരിക്കുന്നതിൽ നിർണായകമായ റോള് വഹിക്കുന്ന ഇടങ്ങൾ 2-3 ഉണ്ടാവും. ഒന്ന് അവന്റെ വീടാണ്, 2 സോഷ്യൽ മീഡിയയാണ്, 3 അവന്റെ കലാലയമാണ്. മനസ്സിലായില്ലേ? അപ്പൊ തീർച്ചയായും ഈ കലാലയത്തിൽ, ഈ വിദ്യാലയത്തിൽ അവനെ വാർത്തെടുക്കുന്ന, അവനെ രൂപപ്പെടുത്തുന്ന അവന്റെ അധ്യാപകൻ, അവന്റെ അധ്യാപിക അവന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളാണ്. ഈ വ്യക്തികൾക്ക് പലതരത്തിലുള്ള ട്രെയിനിങ്ങുകളും ക്ലാസ്സുകളൊക്കെ സർക്കാർ വഴികളിലൂടെയും പലതരത്തിലൂടെയും ലഭിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ നിർവഹിക്കുന്ന ഒരു റോള് എന്ന് പറയുന്നത്, നമ്മൾ ഈ സമ്മേളനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് അവർക്ക് അവരുടെ അക്കാദമികമായ ലെവലിലും അതേപോലെ ധാർമ്മികമായ ലെവലിലും ഒക്കെ ഉള്ളൊരു ശരിയായ ചിന്തകൾ പകർന്നു നൽകാൻ, അതിൽ വ്യത്യസ്തമായ തരത്തിലുള്ള പ്രോഗ്രാമുകളും സെഷനുകളും സംഘടിപ്പിച്ച് നമ്മുടെ അധ്യാപകരോട് ഇന്ററാക്ട് ചെയ്ത് സംവാദാത്മകമായി അവരിലുള്ള നന്മകൾ കൂടുതൽ ഫലപ്രദമായി എങ്ങനെ വിദ്യാർത്ഥികളിലേക്ക് കൈമാറാം, ഈ നാടിന് ഉപകാരപ്പെടുന്ന, ഈ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ അവരുടെ മക്കളെ അല്ലെങ്കിൽ അവരുടെ മുന്നിലുള്ള വിദ്യാർത്ഥികളെ, അത് സ്വന്തം വിദ്യാർത്ഥികളാണ് എന്ന് ചിന്തിക്കുന്ന മുഴുവൻ അധ്യാപകരും, എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രോഗ്രാം കൂടി ആ ഒരു തലത്തിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അല്ലേ ജംഷീർ സുലൈ? ഓക്കെ, പ്രോഗ്രാം എത്ര മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ ഉദ്ഘാടകനായി ഗസ്റ്റായിട്ട് ആരാണ് ഇൻഷാ അല്ലാഹ് ഉണ്ടാവുക? ഷാർപ്പ് നമ്മളെ കഴിഞ്ഞ എല്ലാ കോൺഫറൻസുകളും കറക്റ്റ് ഷാർപ്പ് ടൈമിൽ തുടങ്ങി എന്നുള്ളതാണ്. 8:45 ഇൻഷാല്ലാ 8:45 നമ്മുടെ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കും. കൃത്യം 8:45 4:10 വരെയാണ് നമ്മുടെ പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതില് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK അഷ്റഫ് പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ പാലക്കാട് MLA VK ശ്രീകണ്ഠൻ MP അദ്ദേഹമാണ് ഒരു അതിഥിയായിട്ടുള്ളത്.
പട്ടാമ്പി MLA മുഹ്സിൻ, മുഹമ്മദ് മുഹ്സിൻ MLA, ഇവരാണ് 2 അതിഥികളായി നമ്മുടെ കൂടെ ഉള്ളത്. അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. നമ്മുടെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? അധ്യാപകരും കൂടിയാണല്ലോ. ഒരു വൺ സൈഡ് ടോക്കായിട്ട് ഇങ്ങനെ പോയാൽ അത് ഭയങ്കര മുഷിപ്പായിരിക്കും. അതെ. അതുകൊണ്ട് തന്നെ നമ്മള് അധ്യാപകരോടൊരു ലൈവ് ചാറ്റ് എന്ന രൂപത്തിൽ, സോഷ്യൽ മീഡിയയുടെ കാലം കൂടിയാണ്. അതെ അതെ. അപ്പോ ഫസ്റ്റ് സെഷൻ തന്നെ ശരിക്കും നമ്മളൊരു ഇന്ററാക്ഷൻ സെഷനിലൂടെ ആയിരിക്കും ഇത് കടന്നു പോകുക. അധ്യാപകരോട്, സദസ്യരോട് സംവദിച്ചുകൊണ്ട് ഇന്ററാക്ട് ചെയ്തിട്ടുകൊണ്ട് പോകുന്ന രീതിയിലാണ് ഫസ്റ്റ് സെഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനനുസരിച്ച് അതിങ്ങനെ ഒരു 3-4 ഏരിയകളിലൂടെ കടന്നു പോകുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അധ്യാപകരുടെ വൈജ്ഞാനികമായ അവസ്ഥകളിലൂടെ, അവരുടെ കുടുംബ ജീവിതത്തിന്റെ ഏരിയകളിലൂടെ, അതേപോലെ അവരുടെ സാമ്പത്തികമായ അവരുടെ ഒരു കാഴ്ചപ്പാടുകൾ സെറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു രീതിയിൽ ആശയപരമായും ആദർശപരമായും ഏറ്റവും നല്ല രൂപത്തിൽ എങ്ങനെ അവർക്ക് ഗൈഡ് ചെയ്യാന്നുള്ള പണ്ഡിതന്മാരുടെ സെഷനുകൾ, ആ രൂപത്തിൽ നമ്മളിങ്ങനെ ഒരു ഫ്ലോയിലൂടെ അത് കൊണ്ടുപോകാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പോൾ ഓരോ ടീച്ചേഴ്സ് കോൺഫറൻസിന് ഓരോ സവിശേഷതകൾ ഉണ്ടാവാറുണ്ട്. ഇന്ന് ഈ ഒരു ടീച്ചേഴ്സ് കോൺഫറൻസിൽ നമ്മൾ എടുത്തു പറയാവുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ആകർഷണീയമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ടോ? ഈ ടീച്ചേഴ്സ് കോൺഫറൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണീയത എന്ന് നമ്മൾ പറയുന്നത് പുതിയ സംവിധാനങ്ങളും ടെക്നോളജികളും, അത് നമ്മൾ അധ്യാപകർക്ക് കൂടി ഈ കോൺഫറൻസിന്റെ പ്രത്യേകത നമ്മൾ ഉദ്ദേശിക്കുന്നത് സദസ്സിലുള്ള അധ്യാപകരെ ഈ പ്രോഗ്രാമിലോ അവരെ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള പ്ലാനാണ് പരമാവധി നമ്മൾ നടത്തിയിട്ടുള്ളത്. അതായത് ലൈവായി അവരെ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് അവരെ ഇതിൽ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്ലാനാണ് പരമാവധി നമ്മൾ ഇതിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. അല്ല, അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വെറുതെ ഒരു ഭാഗത്ത് സംസാരിച്ചു പോയിന്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഭാഗമാക്കാൻ കഴിയുക എന്നുള്ള ഒരു ടെക്നിക്ക്, അത് ചെറിയ കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായി ഒരു കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് ഇതാദ്യമായിട്ടല്ലല്ലോ സംഘടിപ്പിക്കുന്നത്. മുമ്പും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഞാനിപ്പോൾ എന്തിനാ ഈ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്ത ആളല്ലേ, ഞാനിപ്പോൾ എന്തിനാ ഇതിന് ഞാനെന്തിനാ പങ്കെടുക്കണം എന്നുള്ളൊരു ആശങ്ക, ഒരു ചോദ്യം ഒരു പക്ഷേ ചോദിച്ചേക്കാം. എന്താ നമുക്ക് അവരോട് പറയാൻ പറ്റുക? അത് കഴിഞ്ഞ 3 ടീച്ചേഴ്സ് കോൺഫറൻസ് ജസ്റ്റ് അതിൽ പങ്കെടുത്ത ആളുകൾ, അവർക്കത് മനസ്സിലാവും. 3 വ്യത്യസ്ത തീമിലും വ്യത്യസ്ത രീതിയിലും രൂപത്തിലൂടെ കടന്നു പോയിട്ടുള്ളത്. അപ്പൊ 4ാമത്തെ ഈ ടീച്ചേഴ്സ് കോൺഫറൻസും കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് നമ്മള് പുതിയൊരു അനുഭവവും പുതിയ ഒരു അനുഭൂതിയും പുതിയൊരു ഊർജവും അധ്യാപകർക്ക് കിട്ടും. ആ രൂപത്തിലാണ് അതിന്റെ പ്രോഗ്രാം കാരണം പ്രോഗ്രാം ടീം ആഴ്ചകളോളം എന്ന് പറയാം, അല്ലെങ്കിൽ മാസങ്ങളോളം എന്ന് പറയാം, ഇരുന്ന് ആസൂത്രണം ചെയ്ത് അതിന്റെ മൈന്യൂട്ട് പോയിന്റുകൾ വരെ സെറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു ആവർത്തനമായി അവർക്ക് ഫീൽ ചെയ്യൂല എന്നുള്ളത് വളരെ ബോധ്യത്തോടെ നമുക്ക് പറയാൻ പറ്റും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു ടീച്ചറുടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വന്നപ്പോൾ, ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചില്ല. കഴിഞ്ഞ പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിലെ ടീച്ചേഴ്സ് കോൺഫറൻസിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എനിക്കിതിലൊരു പങ്കെടുക്കാൻ എങ്ങനെയും ഇതിന്റെ ലൈവ് വീഡിയോ കാണാനുള്ള ലിങ്ക് കിട്ടുമെന്ന് വെച്ചിട്ടാണ് അവര് നമ്മുടെ പ്രവർത്തകരെ ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇതിലൊരു പ്രാവശ്യം വന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ജീവിതത്തിൽ ഒരു മറക്കാനാവാത്ത അനുഭൂതികളായിരിക്കും. കഴിഞ്ഞ 3 ടീച്ചേഴ്സ് കോൺഫറൻസിന്റെയും 100 കണക്കിന് ഫീഡ്ബാക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് തിരിച്ചു പോകുമ്പോൾ അവരുടെ മനസ്സു നിറഞ്ഞ് അവരുടെ ചിന്തകൾ പരിപോഷിപ്പിക്കപ്പെട്ടു തന്നെയാണ് അവർ തിരിച്ചു പോയിട്ടുള്ളതെന്നാണ്. അതുകൊണ്ട് ഇത് 4ാമത്തെ ഈ ടീച്ചേഴ്സ് കോൺഫറൻസും അവർക്കൊരു വ്യത്യസ്തമായ ആ ചിന്തയും ആവേശവും അനുഭൂതിയും പകരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പുതിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ പുതിയ ക്ലാസ്സിലെ അറേഞ്ച്മെന്റ്സ്, പുതിയ വിദ്യാഭ്യാസ നയങ്ങൾ, ഇതൊക്കെ ഇവിടെ ചർച്ച ചെയ്യും എന്നുള്ളത് ഒരു അപ്ഡേഷൻ കൂടിയാണ് ജംഷീർ സലാഹി. അല്ല, അതിൽ നമുക്ക് ഇപ്പോൾ ജംഷീർ സലാഹി, ഇപ്പോൾ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അധ്യാപകൻ സമൂഹത്തെ നിർമ്മിക്കുന്നവനാണ് അധ്യാപകൻ. അപ്പോൾ സമൂഹത്തെ നിർമ്മിക്കുന്നതിൻ്റെ ആദ്യപടി നടക്കുന്നത് ക്ലാസ് റൂമുകളിലാണല്ലോ. അപ്പോൾ ക്ലാസ് റൂമുകളിൽ കുട്ടികളെ മാനേജ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും പല അധ്യാപകരും പരാജയപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അധ്യാപക സമ്മേളനം ആകുമ്പോൾ ഈ ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, പുതിയ കാലഘട്ടത്തിലുള്ള അതിൻ്റെ ടെക്നിക്കുകൾ, ബാക്കി കാര്യങ്ങൾ, ഇതൊക്കെ അതിലൂടെ പ്രതിപാദ്യ വിഷയമാവില്ലേ?
തീർച്ചയായിട്ടും. അതായത് പിന്നെ തലമുറകൾ മാറി മാറി വരുന്നതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ടെക്നോളജികൾ മാറി വരുന്നതിന്റെ അപ്ഡേറ്റ് ആകുന്നതിന്റെ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു ക്ലാസ് റൂം നമ്മളെ ഒരു കൺസെപ്ഷൻ എന്താ, ക്ലാസ് റൂം ഒരു മഹാപ്രപഞ്ചം എന്നാണ് നമ്മൾ പറയുന്നത്. ക്ലാസ് റൂം ഒരു മഹാപ്രപഞ്ചമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളും നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും. നമ്മളെ പൊതുവേ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഇപ്പോൾ നമുക്കൊക്കെ മുമ്പിലുണ്ടാവുന്ന ഒരു ക്രൈസിസ് എന്താ വെച്ചാൽ മക്കളെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് ഒരു രാവിലെ മുതൽ ഇപ്പോൾ ജംഷീദ് സ്വലാഹി പറഞ്ഞ പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സെഷനാണല്ലോ. അപ്പോൾ എങ്ങനെ നമുക്ക് സ്വസ്ഥമായി പ്രോഗ്രാം കേൾക്കാൻ പറ്റും, മക്കളെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതൊരു പ്രശ്നമാണ്. കേരള ടീച്ചേഴ്സ് കോൺഫറൻസിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരുക്കങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? അതിൻ്റെ കാര്യങ്ങൾ കൂടി ഒന്ന് ജംഷീദ് സ്വലാഹി ഇവിടെ ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. മക്കള് ഇവിടെ വരുന്ന അധ്യാപക ദമ്പതികൾക്ക് നമ്മളിതിന്റെ തുടക്കം മുതൽ അവരുടെ മക്കളെ കൂടി, ഏത് പ്രായത്തിലുള്ള മക്കളെ കൂടി ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാം എന്ന് രജിസ്ട്രേഷൻ ലിങ്കിൽ കയറി ഈ സമ്മേളനത്തിൽ രജിസ്റ്റർ ചെയ്തവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മളിവിടെ 4 സൈഡ് വെന്യൂ പ്രത്യേകം സജ്ജീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ KG പ്രായത്തിലുള്ള വളരെ ചെറിയ കുട്ടികൾ, 5 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് നമ്മുടെ പ്രത്യേകം ട്രെയിൻ ചെയ്യപ്പെട്ട ആയമാരുടെ നേതൃത്വത്തിലുള്ള അവർക്ക് പറ്റിയ രൂപത്തിലുള്ള ഒരു പ്രോഗ്രാം അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു വെന്യൂ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ LP പ്രായത്തിലുള്ള കുട്ടികൾ, 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വേറൊരു വെന്യൂ ഇതിന്റെ തൊട്ടടുത്ത് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവരുടെ പ്രായത്തിനും അവരുടെ അവസ്ഥക്കും അനുസരിച്ച് കളികളിലൂടെ, വിനോദങ്ങളിലൂടെ അവർക്ക് പുതിയ ആശയങ്ങളും ചിന്തകളും പകർന്നു കൊടുക്കുന്ന രീതിയിൽ അവർക്കുള്ള ഒരു വെന്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ UP പ്രായത്തിലുള്ള 5-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഒരു 3ാമത്തെ വെന്യൂ. നമ്മുടെ അധ്യാപക ദമ്പതികളുടെ ടീൻസ് പ്രായത്തിലുള്ള മക്കളുണ്ടാവും, ടീനേജിലുള്ള മക്കൾ, അവർക്ക് വേണ്ടി ടീൻ സ്പേസിന്റെ 4ാമത്തെ ഒരു വെന്യൂ. എന്ന് പറഞ്ഞാൽ അവരുടെ ഏജ് കാറ്റഗറിക്ക് അനുസരിച്ച് 4 വെന്യൂ നമ്മൾ അഡീഷണൽ ആയി ഇതിന്റെ അടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമ്മേളനത്തിലേക്ക് വരുന്ന ഒരു രക്ഷിതാവിന് അല്ലെങ്കിൽ അധ്യാപകർക്ക് അവിടെ എത്തുന്നതോടുകൂടി അവരുടെ മക്കളെ നമ്മുടെ വളണ്ടിയേഴ്സ് വളരെ സേഫായി ഈ സൈഡ് വെന്യൂയിലേക്ക് വണ്ടിയിൽ അടുത്ത് തന്നെയാണ് അവരെ കൊണ്ടുപോകും. 4 മണിയോടുകൂടി അവർക്കുള്ള ഭക്ഷണവും സംവിധാനങ്ങളും റിഫ്രഷ്മെന്റും ഒക്കെ അവിടെ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. 4 മണിയോടുകൂടി സുരക്ഷിതമായി നമ്മൾ രക്ഷിതാക്കളുടെ കൈകളിലേക്ക് അധ്യാപകരുടെ അവരുടെ മക്കളെ അവരുടെ കൈകളിലേക്ക് തിരിച്ചു കൊടുക്കുന്ന വളരെ സിസ്റ്റമാറ്റിക് ആയ പ്ലാൻ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോ സമ്മേളനത്തിലേക്ക് വരുന്ന പ്രതിനിധികൾക്ക്, അധ്യാപകർക്ക് അവരുടെ സെഷൻ വളരെ സമാധാനത്തോടെ യാതൊരു ആശങ്കയുമില്ലാതെ സ്വസ്ഥമായി ഈ സമ്മേളനത്തിൽ ഇൻവോൾവ് ചെയ്യാൻ കഴിയും. മക്കൾക്ക് അതേസമയം മറ്റു 4 വെന്യൂകളിലായി അവരുടെ പ്രായത്തിനനുസരിച്ച് പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ടീച്ചേഴ്സ് കോൺഫറൻസുകളിലും നമ്മുടെ പ്രൊഫൈസുകളിലും ഒക്കെ നമ്മൾ ഫലപ്രദമായി വളരെ ഭംഗിയായി നടപ്പാക്കിയ ആ സിസ്റ്റം ഇവിടെയും നമ്മൾ സംവിധാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം കൊണ്ടും മികച്ച ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ പലപ്പോഴും കേൾക്കുന്ന ആളുകൾക്ക് അറിയാൻ കൗതുകം ഉണ്ടാവും, ഇന്നത്തെ പ്രധാന റിസോഴ്സ് പേഴ്സൺസ് ആരൊക്കെയാണ്, അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് പറയാമോ? ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺസ് അല്ലേ, അതെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ രംഗത്തു നിന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠൻ MP ഉണ്ട്, മുഹമ്മദ് മുഹ്സിൻ MLA ഉണ്ട്. പിന്നെ സമകാലിക വിഷയങ്ങളിൽ വളരെ ഫലപ്രദമായി ഇടപെടുന്ന നമ്മുടെ പ്രഗത്ഭരായ ഫാക്കൽറ്റികൾ TK അഷ്റഫ് ഉണ്ട്, താജുദ്ദീൻ സ്വലാഹി, ഡോക്ടർ അബ്ദുള്ള അബ്ബാസിൽ, മുഹമ്മദ് സ്വാദിഖ് മദീനി, അതേപോലെ ഷംജാസ് K അബ്ബാസ്, അബ്ദുറഹ്മാൻ ചുങ്കത്ര, സമീർ മുണ്ടേരി, മുനവ്വർ സ്വലാഹി, അതേപോലെ ഷബീബ് സ്വലാഹി തുടങ്ങി പ്രഗത്ഭരായ ഒരു നിര തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. നിഷാദ് സലഫി ഉണ്ട്, ഷംജാസ് K അബ്ബാസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെ പങ്കെടുക്കുന്ന രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഭക്ഷണത്തിന്റെ കാര്യത്തെക്കുറിച്ച് നേരത്തെ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ഫുഡ് അറേഞ്ച്മെന്റ് കാര്യങ്ങൾ, സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതും, അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്വതന്ത്രമായ സൗകര്യങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് ചേർത്ത് ജസ്റ്റ് പറയാമോ? ഭക്ഷണത്തിന്റെ കാര്യത്തിലും നേരത്തെ വെജിറ്റേറിയൻ ഭക്ഷണം വേണോ അത് നോൺ വെജ് വേണോ എന്നുള്ള ഓപ്ഷൻ അധ്യാപകരോട് രജിസ്ട്രേഷൻ വെച്ച് അന്വേഷിച്ചിരുന്നു. അതേപോലെ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് പ്രത്യേകം നേരത്തെ ഭക്ഷണത്തിന്റെ കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ എത്തുന്ന എല്ലാ പ്രതിനിധികൾക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്.
ഉച്ചക്കുള്ള ഭക്ഷണം സമ്മേളനത്തിന്റെ വെന്യൂവിന്റെ തൊട്ടടുത്ത് അവർക്ക് ഒരു റിസ്ക് ഇല്ലാതെ 20 മിനിറ്റ് കൊണ്ട് വളരെ ശാന്തമായി ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിൽ കൗണ്ടറുകൾ നമ്മൾ ഈ മെയിൻ വെന്യൂവിന്റെ തൊട്ടടുത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടാണ് ഉച്ചക്കുള്ള ഭക്ഷണം. അതിനിടയിൽ 11 മണിക്കൂർ റിഫ്രഷ്മെന്റ് നമ്മൾ നൽകും. വൈകുന്നേരം ഈവനിങ് ടീയോട് കൂടിയാണ് നമ്മൾ നമ്മുടെ പ്രതിനിധികളെ അവിടുന്ന് സമ്മേളനം അവസാനിപ്പിച്ച് തിരിച്ചയക്കാൻ. വളരെ ആസൂത്രണത്തോടു കൂടി അതിന്റെ ഭക്ഷണത്തിന്റെ സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ നമസ്കാരം കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ്, അവിടെ തന്നെയാണ് ചിട്ടി. നമ്മളെ മെയിൻ വെന്യൂവിന്റെ തൊട്ടടുത്ത് നല്ല അതിന് വേണ്ട സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, പുരുഷന്മാർക്കും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും അധിക ദൂരം പോകേണ്ടതില്ലാതെ മെയിൻ വെന്യൂവിന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ പാർക്കിംഗ്, ട്രാഫിക്, ഈ കാര്യങ്ങളെല്ലാം സജ്ജമാണ്. നമ്മുടെ പാർക്കിങ്ങും ട്രാഫിക്കും നമ്മൾ എല്ലാ വർഷവും, അതായത് 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ, ആയിരക്കണക്കിന് വാഹനങ്ങൾ വന്ന നമ്മുടെ സമ്മേളനത്തിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ പാർക്കിംഗ് സംവിധാനങ്ങൾ ക്രമീകരിക്കാറുള്ളത്. ഇവിടെയും നമ്മൾ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായ സ്ലോട്ട്, ഓരോ കാർ നിർത്താനുള്ള സ്ലോട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്, ബസ്സുകൾ നിർത്താനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിന് നമ്മുടെ കൃത്യമായ വളണ്ടിയേഴ്സ് ഉണ്ട്. ഇവിടെ വന്ന് ഇറങ്ങുന്ന ഒരു പ്രതിനിധി അവരുടെ വണ്ടി വളരെ സേഫായി പാർക്ക് ചെയ്ത് സമ്മേളനം കഴിയുന്ന സമയത്ത് കൃത്യമായി അവർക്ക് ലഭിക്കുന്ന രീതിയിൽ ഒരേ സമയത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയി വരാനും പോകാനുമുള്ള രീതിയിലുള്ള ശാസ്ത്രീയമായ പ്ലാന് നമ്മൾ പാർക്കിങ്ങിനും തയ്യാറാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന പലരും കേരള ടീച്ചേഴ്സ് കോൺഫറൻസിന് വേണ്ടി ഒരുങ്ങുകയാണെങ്കിൽ രജിസ്റ്റർ ചെയ്യാത്ത പലരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഞാൻ പട്ടാമ്പിയിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ആ പ്രോഗ്രാം കേൾക്കാൻ പറ്റുമോ? ഇതിന്റെ പ്രീ രജിസ്ട്രേഷനാണ് നേരത്തെ മുതലേ പറയുന്നത്. കാരണം നമുക്ക് ഈ ഭക്ഷണം ഒരുക്കാന്, അതേപോലെ അവരുടെ കൂടെ വരുന്ന മക്കളുടെ എണ്ണം കിട്ടാന്, അതേപോലെ നമസ്കാരത്തിന് സംവിധാനം ഒരുക്കാന്, അറേഞ്ച്മെന്റ്സ്, അതേപോലെ സദസ്സിലുള്ള ക്രമീകരണങ്ങൾ വരുത്താൻ, ഇതിനൊക്കെ നമുക്ക് സൗകര്യപ്രദം നേരത്തെ രജിസ്ട്രേഷൻ നടക്കലാണ്. പക്ഷേ ഇനി ഒരാളിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിച്ചില്ല, ഇപ്പോൾ ഈ സമയത്തൊക്കെ അറിഞ്ഞു വെച്ച് വരികയാണെങ്കിൽ അവർക്ക് അവിടെ നമ്മുടെ സ്പോട്ട് രജിസ്ട്രേഷന്റെ സംവിധാനം ഒരുക്കും. പക്ഷേ ഈ സ്പോട്ട് രജിസ്ട്രേഷൻ എന്നുള്ളത് എത്ര വരിക എന്നുള്ളൊരു ധാരണ നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളെപ്പോഴും ചെറിയൊരെണ്ണം അതിനുവേണ്ടി പ്രത്യേകം മുൻകരുതലോടുകൂടി ഇരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ നടത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വരുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ നേരത്തെ പ്രീ രജിസ്ട്രേഷനാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാമുകളിൽ പരമാവധി ആളുകളെ ഓർമ്മപ്പെടുത്താറുള്ളത്. രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്കും വരാവുന്നതാണ്. അവിടെ സ്പോട്ട് രജിസ്ട്രേഷൻ കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും അവസാനം ജംഷീദ് സലാഹിയോട് ചോദിക്കാനുള്ളത്, ജംഷീദ് സലാഹി, നമ്മൾ ഒരു പാലം പണിയുമ്പോൾ ഏറ്റവും നല്ലൊരു പൊട്ടൻഷ്യലായ എൻജിനീയറാണ് ആ പാലം പണിയുന്നതെങ്കിൽ ആ പാലം പൊടിയില്ല. അതുപോലെ തന്നെ ഒരു നല്ല ഡോക്ടറാണ് ഒരു രോഗിയെ ചികിത്സിക്കുന്നതെങ്കിൽ ആ ചികിത്സയിൽ പിഴവുകൾ വരാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു അധ്യാപകൻ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോൾ അത് വിജയിക്കും. എന്ത് സന്ദേശമാണ് ഈ ഒരു സമ്മേളനത്തിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പറഞ്ഞല്ലോ, ഒരു സൊസൈറ്റി, ഒരു സമൂഹം സത്യത്തില് കെട്ടുറപ്പുള്ള സമൂഹമായി മാറണം എന്നുണ്ടെങ്കിൽ അതിന് മനുഷ്യർക്ക് നല്ല ഒരു കെട്ടുറപ്പുള്ള, ബോധ്യമുള്ള, ധാർമ്മിക ചിന്തയുള്ള കുടുംബങ്ങൾ രൂപപ്പെടണം. ആ കുടുംബങ്ങൾ രൂപപ്പെടണമെങ്കിൽ അതിന് പാഠപുസ്തകങ്ങളുടെയും സിലബസിന്റെയും അപ്പുറത്ത് ഒരു അധ്യാപകൻ, അധ്യാപിക തൻ്റെ മുമ്പിൽ വരുന്ന മക്കളെ തന്നോട് ചേർത്തു നിർത്തി അവന്റെ ജീവിതത്തിൽ ധാർമ്മിക പാഠങ്ങൾ പകർന്നു നൽകി ജീവിതത്തിന്റെ വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള ദിശ പകർന്നു നൽകണം. ആ ഒരു മെസ്സേജാണ് നമ്മൾ അധ്യാപികമാർക്ക് നൽകുന്നത്. തൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ വിദ്യാർത്ഥികളും തൻ്റെ മക്കളാണ്, തൻ്റെ മോനാണ്, തൻ്റെ മോളാണ്. അവൻ ധാർമ്മികമായ ജീവിതത്തിലൂടെ ആർദ്രതയുള്ള, സഹാനുഭൂതിയുള്ള, വിവേകമുള്ള, ജീവിതത്തിന്റെ ലക്ഷ്യമുള്ള, ഈ നാടിനോട് ഗുണകാംക്ഷയുള്ള ഒരു വ്യക്തിയായി, ഒരു പേഴ്സണായി രൂപപ്പെട്ടു വരണം, വളർന്നു വരണം എന്ന ചിന്ത നമ്മുടെ മുമ്പിൽ വരുന്ന മുഴുവൻ അധ്യാപികമാർക്കും കൈമാറാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. മരണത്തിന്റെ അപ്പുറം ഉള്ള ജീവിതം, അവിടെയാണ് ശാശ്വതമായ ജീവിതം എന്ന ഈ പ്രപഞ്ചത്തിലെ യാഥാർത്ഥ്യം കൂടി ഇവരെ ബോധ്യപ്പെടുത്താനും, മനുഷ്യ ജീവിതത്തിന്റെ സിലബസ് എന്ന് പറയുന്നത് അത് ഏതൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോഴും ആ പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിങ് കമ്പനി അതിന്റെ ഗൈഡ് ലൈനും പുറത്തിറക്കും എന്ന് പറഞ്ഞ പോലെ മനുഷ്യരുടെ ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് ഈ പ്രപഞ്ചത്തിന് ഇറക്കിയ, ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അവതരിപ്പിച്ച ഗൈഡ് ലൈൻ അത് ഏറ്റവും പ്രധാനമാണ് എന്ന ബോധ്യം കൂടി
പകർന്നു നൽകി ഒരു ഗുണകാംക്ഷയുള്ള സിലബസിന്റെയും പാഠപുസ്തകത്തിന്റെയും അപ്പുറത്ത് മനുഷ്യനെന്ന കുടുംബമെന്ന ധാർമ്മിക ചിന്തയുള്ള ഗുണകാംക്ഷയുള്ള ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ വാർത്തെടുക്കുക എന്ന വലിയ സന്ദേശം തീർച്ചയായും ഈ ടീച്ചേഴ്സ് കോൺഫറൻസ് നമ്മളിവിടെ കൈമാറും എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. മാഷാ അല്ലാഹ്, വളരെ സംക്ഷിപ്തമായിട്ട് ഇന്നത്തെ ടീച്ചേഴ്സ് കോൺഫറൻസിനെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ് സമകാലികത്തിലൂടെ ജംഷീർ സലാഹി നമ്മളുമായിട്ട് പങ്കുവച്ചത്. ഈ സന്ദർഭത്തിൽ നമുക്ക് അവസാനം ഒറ്റ കാര്യം കൂടി പറയാം. ഔദ്യോഗികമായിട്ട് ശ്രോതാക്കൾ ആരെങ്കിലും ടീച്ചേഴ്സ് ഈ പ്രോഗ്രാമിന് വരാത്തവരുണ്ടെങ്കിൽ അവർക്കുള്ളൊരു ക്ഷണം കൂടി ജംഷീർ സലാഹിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും അധ്യാപകന്മാരുണ്ടെങ്കിൽ, ഈ പട്ടാമ്പിയിൽ എത്താൻ സാധ്യതയുള്ളവരുണ്ടെങ്കിൽ അവരൊന്ന് പരമാവധി പറഞ്ഞ് നിങ്ങൾ പോകുന്നില്ലേ, പോകണം എന്നുള്ള രൂപത്തിൽ ഒരു ക്ഷണം നമ്മൾ പീസ് റേഡിയോ ശ്രോതാക്കളൊക്കെ ഒരു ക്ഷണം അവരെ ക്ഷണിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഇതിന്റെ ലൈവ് ലിങ്കുകൾ നമ്മുടെ കൈകളിലെത്തും. ഇത് തീർച്ചയായും ഒന്ന് നമ്മൾ കാണണം. കാരണം അധ്യാപകരോട് സംസാരിക്കുന്ന വിഷയങ്ങൾ, സ്കൂൾ എന്ന് പറഞ്ഞാൽ ശരിക്ക് അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു സൊസൈറ്റിയാണ് ശരിക്ക്. അധ്യാപകർ എന്ന് പറഞ്ഞാൽ അധ്യാപകരോട് പറയാനുള്ളത് മുഴുവനും രക്ഷിതാക്കൾ കൂടി കേൾക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് വീടുകളിൽ ഇരുന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം ലൈവായി കേൾക്കണം. അപ്പൊ നമുക്ക് ഒരുപാട് ചിന്തകളും ചിത്രങ്ങളും നമുക്ക് കിട്ടും. മൂന്നാമത്തെ വിഷയം, നമുക്ക് പരിചയമുള്ള, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന, നമുക്ക് ബോധ്യമുള്ള അധ്യാപകരെ അവർക്ക് ഈ ലിങ്ക് ഒന്ന് കൈമാറുമാണ്. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ കുടുംബത്തിലും നമുക്ക് പരിചയമുള്ളവരെ, പട്ടാമ്പിയിലേക്ക് എത്താൻ കഴിയുന്നവരെ ക്ഷണിക്കുക. ഇനിയും പുറപ്പെടാൻ കഴിയുന്നവരുണ്ടെങ്കിൽ പുറപ്പെടുക. 2, നമ്മൾ ഈ പ്രോഗ്രാം ലൈവായിട്ടൊന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. 3, വരാൻ കഴിയാത്ത അധ്യാപികമാർ നമ്മുടെ ഫാമിലിയിലും കുടുംബത്തിലും നമുക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ ലൈവ് ലിങ്ക് അവർക്കൊന്ന് കൈമാറി ഇതൊന്ന് കേൾക്കണം എന്ന് അവരോട് അറിയിപ്പ്, ഒരു റിക്വസ്റ്റ് അവർക്ക് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. ഓക്കെ, വളരെ സന്തോഷം. ഇന്നത്തെ സമകാലികത്തിൽ ടീച്ചേഴ്സ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുമായിട്ടുള്ള ഈ ഒരു സംവാദത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സംസാരത്തിൽ നമ്മുടെ കൂടെ ബഹുമാന്യനായ ജംഷീർ സലാഹി ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് വളരെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ വിസ്ഡം യൂത്തിൻ്റെ ഈ ഒരു ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ ഏറ്റവും പ്രധാന ചുമതല വഹിക്കുന്നത്. നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരെയും, പീസ് റേഡിയോ ശ്രോതാക്കളെയും നമ്മളെ എല്ലാവരെയും അങ്ങോട്ട് പട്ടാമ്പിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ജസാക്കുമുല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.